പരിപാടിയൊക്കെ തുടങ്ങി. ഡിസംബറായി, ക്രിസ്മസ് മാസം, മഞ്ഞുകാലം, നല്ല മഞ്ഞൊക്കെ വീഴുന്നുണ്ട്. സന്ധ്യാസമയം കേട്ടോ. അപ്പോൾ ചേട്ടായി പണിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്ന സമയത്താണ് പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ടുട്ടു ഇറങ്ങിയിട്ടുണ്ട്. ടുട്ടുവിന് വയ്യ, പക്ഷെ അകത്തിരിക്കൂല, അലമ്പായിരിക്കും. അല്ലെങ്കിൽ പെണ്ണ് ഇവർ വാരിയിടുന്ന കൊട്ടയൊക്കെ അല്ല മണ്ണ് മിറ്റിൽ നമ്മളിവിടെ മാറ്റി വെക്കുന്ന കേട്ടോ. കാരണം ഇവിടെ ഇതെല്ലാം അയച്ചു കഴിഞ്ഞിട്ട് റിട്ടേൺ ഇടാമെന്നോർത്ത്. അല്ലൂര് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ ഇത്? ആണോ? ആദ്യമായിട്ടാണോ അല്ലു പുൽക്കൂട്? എന്തിനോ അല്ലൂര് ആദ്യമായിട്ടാണ് വരില്ലല്ലേ? അല്ലു വളർന്നതിന് ശേഷം കുഞ്ഞിലെ ആക്കിയിട്ടില്ല ഇടത്തെ നിങ്ങളവിടെ? അപ്പൊ ഇപ്പൊ അക്കു ക്രിസ്മസ് കഴിഞ്ഞാണോ അതിന് മുന്നേ വരുമോ എന്ന് അറിയത്തില്ല. നാളെ കൊണ്ട് എക്സാം കഴിയും അക്കുവിന്റെ. നാളെ എക്സാം കഴിയില്ലേ നിങ്ങളുടെ? കഴിയില്ലേ? ഇനിയിപ്പോ ഇത് വെള്ളമൊക്കെ നനയ്ക്കൂലേ? വെള്ളമൊക്കെ ഒഴിക്കില്ലേ? നീ നാളെ ഇനി പോവൂലേ? ക്രിസ്മസിന് ചിത്തും ഇല്ല കേട്ടാ. ക്രിസ്മസിന് ചിത്തും ഇല്ല. ചിത്തു കർണാടകത്തിൽ പോവുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ റോസാപ്പൂ ഒക്കെ വിരിഞ്ഞു കേട്ടോ. അതെ, റോസാപ്പൂ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു. ഇതിലൊക്കെ വാരി സ്പേസ് അടിപൊളി. ചേട്ടായി മണ്ണ് വരാൻ പോവുകയാണ്. ഇതിനകത്ത് മണ്ണിടാൻ. അങ്ങനെ അടുത്ത ഘട്ടം മണ്ണ് ഇടുന്നു. അപ്പൊ ഇത്രയായി ഇതിന്റെ നമ്മുടെ പുൽക്കൂടിന്റെ പരിപാടി. ഇന്ന് സാറ് പണിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇറങ്ങിയിരുന്നത്. ടുട്ടു സാറ് നടക്കുന്നത് മഞ്ഞക്ക് തന്നെ റോസാ ചെടിയിലൊക്കെ പൂവായി കേട്ടോ ഗൈസ്. കേട്ടോ അതിൽ നാളെ സ്കൂളിൽ പോകുമ്പോ തലയിൽ വെക്കാൻ പോവാണോ? 2-3 ഉണ്ട്. ഒരു കളറിൽ 2 കണ്ടില്ലേ? ഓ ഓക്കെ. പുൽക്കൂടിന്റെ പണിക്ക് ചിത്തു ഇന്നും കൂടെ അല്ലേ ഉള്ളൂ. ചിത്തു കൂടിക്കോ. ചിത്തു നാളെ പോവല്ലേ? ചിത്തു നാളെ കർണാടകം പോകുന്നു. ടുട്ടു മഞ്ഞുവാരി അരച്ചിട്ട് കൂടുതൽ ടുട്ടൂന. ടുട്ടു ചിത്തു ഇന്നും കൂടെ അല്ലേ ഉള്ളൂടാ? നീ വരുമ്പോ പുൽക്കൂട് കാണും. നീ 31-ാം തീയതി വരില്ലേ? അന്നേരം തിന വാങ്ങാൻ പോവാ ഗൈസ്. നമ്മളെല്ലാ കൊല്ലം എങ്ങനെയാണ് ഗൈസ്? എല്ലാ കൊല്ലം അടിപൊളിയായിരിക്കും അല്ലേ? ഈ കല്ലൊക്കെ നമ്മൾ സെറ്റാക്കാൻ എടുത്തിടാം കേട്ടോ. ഇപ്പൊ പിള്ളേര് കയറാതിരിക്കാനും ചരള് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ല് വെച്ചിരുന്നത്. ടുട്ടൂനെയാണ് അപകടം. ഇത് മണല് മെറ്റില് വാരിക്കൊണ്ട് ഇടും. ബക്കറ്റിലിട്ട് നമ്മൾ വെള്ളത്തിൽ 2 മണിക്കൂർ ഇട്ട് വെച്ച് ചാട്ടോ ഇടുന്നത്. ഓൾറെഡി ഞാൻ ബക്കറ്റിലിട്ട് വെച്ചായിരുന്നു. ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നില്ല. എല്ലാരും പുതിയ എന്നാ പറയാ, എല്ലാം റെഡിമെയ്ഡായി ഇപ്പൊ. അതുപോലെ നമ്മുടെ സ്റ്റാർ കണ്ടോ? പേപ്പർ സ്റ്റാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റാർ ഇട്ട വീഡിയോ എടുത്തില്ലായിരുന്നു. അത് നമ്മൾ പേപ്പർ സ്റ്റാർ പഴയ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനിടയ്ക്ക് അല്ലു ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്ന പരിപാടികൾ കളി അല്ലടി? ഉണ്ട്. ഇപ്പൊ തന്നെ വന്നു തുടങ്ങി ഉറുമ്പ്. ഇവിടെ ഒരാൾ മണ്ണ് വാരി ഇടുന്നു.
വയ്യാതിരിക്കുന്നവൻ എന്നിട്ട് നോക്കി ഇങ്ങനത്തെ പണിക്കൊക്കെ ഞങ്ങൾ നല്ല ഉഷാറാ. ഉണ്ടാവിടെ, നീ രക്ഷ അടിക്കണ്ട. ജിത്ത് നാളെ കർണാടകത്തിൽ പോവാ കേട്ടോ, അവൻ്റെ വീട്ടിൽ പോവാണ്. അപ്പം അവൻ വരുന്നിടം വരെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചോളൂ. അവനിവിടെ പുൽക്കൂട് ഉണ്ടാക്കുന്നതുകൊണ്ട് പോകാതിരിക്കാനും പുൽക്കൂട് കാണുമ്പോൾ അവന് പോകാൻ തോന്നത്തില്ല, അല്ലാണ്ട് അവന് പോകണം അല്ലടാ. ചല്ല അടുത്ത വല്ലതും ഉണ്ടാക്കുമല്ലോ. നീ പോകണ്ട, നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത്. സാറില്ല, ഞങ്ങൾ പറഞ്ഞു പോകണ്ടായിരുന്നു, അവനപ്പോൾ പോകണമെന്നും പറഞ്ഞുകൊണ്ട്. ശരി ലീവല്ലേ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ. അപ്പത്തേക്കും പുൽക്കൂടൊക്കെ ആവുമ്പോൾ ചിലപ്പം അക്കുസാറ് വരാൻ സാധ്യതയുണ്ട് മോൻ. ഓക്കെ, അങ്ങനെ തിനയൊക്കെ പാകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്നും വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ ബാക്കി പൂച്ച അങ്ങനെയൊക്കെ സാധനം പിന്നെ നമുക്ക് ഓടിക്കാം. നമുക്ക് പ്രധാനം നമ്മുടെ ടുട്ടു ഇതിനകത്ത് കയറാതെ നോക്കണം. സാധാരണ രാവിലെ ചിത്തും അല്ല സ്കൂളിൽ പോകുമ്പോൾ പുറത്തിറങ്ങുന്നില്ല. ഇപ്പം ക്ലാസ് അവധി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇച്ചിരി നേരം രാവിലെ വൈകുന്നേരം ഒന്ന് ഗ്രില്ല് തുറന്നൊന്ന് പുറത്ത് വിടും, ഇങ്ങനെ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച. കാരണം എന്നാ പറയാ, ഒരു അകത്ത് തന്നെ ഇരിക്കുമ്പോൾ അവന് ഒരു ബോറാവുമല്ലോ. പക്ഷെ ഇനി പറ്റത്തില്ല ഇതിങ്ങനെയുള്ളതുകൊണ്ട്. വെള്ളം ഒഴിക്കാൻ പഠിപ്പിക്കുന്ന അവിടെ ഒരാളെ. അതെനിക്ക് എത്ര വീഡിയോ യുദ്ധക്കളം. അതിന് ജിത്തു അങ്ങോട്ട് പോകരുത്, നിങ്ങൾ അങ്ങനെ പോകുന്നതുകൊണ്ട് ടുട്ടും കൂടെ പോകാം. എല്ലാരും വെള്ളം ഒഴിക്കാൻ പഠിപ്പിക്കുക. എന്നും ഒഴിക്കണം കേട്ടോ. അല്ലോ അല്ലുവിന്റെ ഡ്യൂട്ടിയാ. ഓ ടുട്ടുഷി വെള്ളം വെച്ചാണ്. ആ ഞങ്ങള് സ്പ്രേ ചെയ്യുമ്പോ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അവരൊഴിക്കുന്നത് അതേ കല്ല് കിട്ടും. പൊന്നോ കഴിഞ്ഞോ? വെള്ളച്ചാട്ടം എവിടെ വെക്കുന്ന? നല്ല ഇവിടെ കല്ല് പറക്കിടുന്നു ഗൈസ്. ബാലവേല ജയിക്കുമെന്ന് ആരും വിചാരിക്കരുത്. ഓ ഒരു ഓട്ടോറിക്ഷ പോയി. ബാലവേല ജയിക്കുമെന്ന് ആരും വിചാരിക്കരുത്. പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുന്ന പിള്ളേരുടെ ഒരു സന്തോഷമില്ല. ഇതിനെയൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തു കേട്ടോ. വെള്ളം ഒഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. വെള്ളത്തിലിറങ്ങിയല്ലോ, വെള്ളത്തിലിറങ്ങിയില്ലേ? എന്നാ ടുട്ടു അപ്പുറത്ത് കൊക്കമേലം കാണുക. വേഗം വേഗം കെട്ടിക്കോ. വരുന്നതിന് മുന്നേ ടുട്ടു വരുമ്പോൾ തീർത്തില്ല, ഇതിനകത്തോടെ കയറി. ഓൾറെഡി ടുട്ടു അതിനകത്തൊക്കെ 2-3 മെറ്റിലൊക്കെ വാരിയിട്ടല്ലേ. വണ്ടി പോകുന്നോണ്ട് ഇടയ്ക്ക് നമുക്ക് കരോള് വന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കൂടെ ഒന്ന് പോയി കണ്ടിട്ട് പോരും കേട്ടോ എല്ലാവരും.
തല്ല് കിട്ടും മുസ്ലിമിന്. ആയിരിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഇനി അതെ ഇത് ബാക്കി നമ്മൾ ചെയ്യണേ. നമുക്ക് പുതിയ ആൾ വന്ന ആളെ കണ്ടേ ദൂരിക്ക് അല്ലു ഭയങ്കര ഹാപ്പി അല്ലേ? അല്ലു അക്കച്ചേട്ടൻ വന്നാൽ ഹാപ്പി ആണല്ലോ, ആണോ? അല്ലേ പറയുന്നത് ആ പറയണ അവളെല്ലാം തലയാട്ടാട്ടോ. ഒരു ചേട്ടൻ അനിയനും അങ്ങനെ അനിയത്തിയായതല്ലേ. അപ്പൊ ഇത്ര ആയി. ഇനി ബാക്കി കൊണ്ട് ചെയ്യാട്ടോ. ഇത്രയും ഞാൻ എടുത്ത് അന്നേരം എനിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ബാക്കി എടുത്താ കേട്ടോ. വെള്ളം ഒഴിച്ചാലോ ചോദിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചത് ഇതേ മേഡം രാത്രിയിൽ ഉറക്കമില്ലാണ്ട് വെള്ളം ഒഴിച്ച് ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം. ഇതാണ് നമ്മുടെ പുൽക്കൂട്. കല്ല് മണ്ണ് ഇടുന്നു കേട്ടോ. മണ്ണിനെ കല്ല് പെറുക്കി കളയുന്നു. യെസ് യെസ് പറഞ്ഞു കൊച്ചു പറഞ്ഞു. നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന പുൽക്കൂടിന്റെ പണികൾ പണി ജൻഷു മമ്മി ടൂട്ടു ആശൻ പിന്നൊരു ചെക്കന്റെ കുസൃതി കൂടുതലാണ് അല്ലേ? ഫുള്ള് ചൂലും അവിടെ നിന്ന് ഒടിച്ചു കളയാണ്. ഇതേ ഡയലോഗ് ലൈവിൽ നിന്നോട് പറയാൻ പറഞ്ഞു. നീ പറഞ്ഞില്ലല്ലോ. ലൈവ് തുടങ്ങിയപ്പോഴേ ഇങ്ങനെ കാണിക്കാനാ പറഞ്ഞത്.